ബ്രെയിനിന് വേണ്ട ഒരു സേഫ് ഗാർഡ് എന്നുള്ളതുണ്ടല്ലോ, ആ സമയത്ത് ഇല്ലാത്തതാണ് പ്രശ്നം. പിന്നീട് ഏത് അമ്പ് നമ്മളിലേക്ക് വന്നാലും നമ്മൾ ഒറ്റ അടിക്ക് വീഴുന്ന സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. നോഫാപ്പിന്റെ കാര്യത്തില് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ നൈറ്റ് ടൈമിലായിരിക്കും നോഫാപ്പിന്റെ കാര്യത്തില് നിങ്ങൾ ഫെയിൽ ആവുന്നുണ്ടാവുക. അതിന്റെ കാരണം എന്തൊക്കെയാണ് എന്നുള്ളത് ഞാനിവിടെ പറഞ്ഞുതരാം. ഒന്ന്, നൈറ്റ് ടൈം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എനർജി എന്നുള്ളത് ഏറ്റവും ലോ ആയിരിക്കുന്ന ഒരു ടൈം ആയിരിക്കും. നിങ്ങളുടെ വിൽ പവർ രാവിലെ മുതൽ നിങ്ങൾ പല കാര്യങ്ങളിലും വിൽ പവർ യൂസ് ചെയ്തിട്ട് ആ ഒരു വിൽ പവർ എന്നുള്ളത് ഏറ്റവും കഴിഞ്ഞു നിൽക്കുന്ന ഒരു ടൈം ആയിരിക്കും നൈറ്റ് ടൈം എന്നുള്ളത്. ഡിപ്ലീറ്റഡ് ആയി നിൽക്കുന്ന ഒരു ടൈം ആയിരിക്കും. ബ്രെയിനിന് ഇതുവരെ പല കാര്യങ്ങളിലും നിങ്ങൾ റഷായി ഓടിയിട്ട് ബ്രെയിനിന് ആ നൈറ്റ് ടൈം ആവുമ്പോൾ ഒരു ഡോപ്പമീൻ വേണം എന്ന് ക്രേവ് ചെയ്യുന്ന ഒരു ടൈം ആയിരിക്കും. നാലാമത്, നിങ്ങൾ ഒരു ഒറ്റപ്പെടല് അല്ലെങ്കിൽ തനിച്ച് നിൽക്കുന്ന ലോൺലി ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സമയമായിരിക്കും. അതിന്റെ കൂടെ ഒരു സൈലൻസ് എന്നുള്ള ഒരു കാര്യവും ചേർന്ന് വരുമ്പോൾ നിങ്ങളുടെ മൈൻഡ് ആ ഒരു ഫാന്റസിക്കൽ ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. ഇതുകൊണ്ടാണ് നിങ്ങൾ നൈറ്റ് ടൈമില് റിലാക്സ് ആവുന്നത്. നിങ്ങൾ വീക്ക് ആയത് കൊണ്ടല്ല കേട്ടോ, നിങ്ങൾക്ക് പവർ ഇല്ലാത്തത് കൊണ്ടല്ല. നോർമലി നിങ്ങളുടെ നൈറ്റ് ടൈം എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ എനർജി എന്നുള്ളത് ഏറ്റവും ലോ ആയിരിക്കുന്ന ഒരു ടൈം ആയിരിക്കും. നിങ്ങളുടെ രാവിലെ മുതൽ നിങ്ങൾക്കുള്ള വിൽ പവർ മുഴുവൻ നിങ്ങൾ മറ്റു പല കാര്യങ്ങളിലും ഉപയോഗിച്ച് നിങ്ങളുടെ വിൽ പവർ ഡിപ്ലീറ്റഡ് ആയി നിൽക്കുന്ന ഒരു സമയമായിരിക്കും. നിങ്ങളുടെ ബ്രെയിനിന് രാവിലെ മുതൽ പല കാര്യങ്ങളിലും ഇൻവോൾവ് ആയി അതൊരു ഡോപ്പമീൻ വേണം എന്നുള്ള രീതിയിൽ പറഞ്ഞ് സീക്ക് ചെയ്യുന്ന ഒരു സമയമായിരിക്കും. ഒറ്റപ്പെടലും സൈലൻസും എല്ലാം കൂടി നിങ്ങളെ ഫാന്റസിയിലേക്ക് നയിക്കും. ഇത് കാരണമാണ് നിങ്ങളെ നൈറ്റ് ടൈമില് കൂടുതലായിട്ടും റിലാക്സ് ആവുന്നത്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നൈറ്റ് ടൈമില് നമ്മളുടെ ബ്രെയിൻ എന്നുള്ളത് ഒരു സർവൈവൽ മോഡിലായിരിക്കും പ്രവർത്തിക്കുന്നുണ്ടാവുക. നൈറ്റ് ടൈമിൽ നിങ്ങൾ റിലാക്സ് ആവുന്നുണ്ട് അർത്ഥം നമ്മളുടെ ബ്രെയിനിന് വേണ്ട ഒരു സേഫ് ഗാർഡ് എന്നുള്ളതുണ്ടല്ലോ, ആ സമയത്ത് ഇല്ലാത്തതാണ് പ്രശ്നം. നൈറ്റ് ടൈമിൽ ആ സേഫ് ഗാർഡ് എന്നുള്ളത് ഉണ്ടാവില്ല. നമ്മളുടെ ബ്രെയിൻ തന്നെ ഈ കർണന്റെ കവച കുണ്ടലങ്ങളൊക്കെ എടുത്തു കൊടുത്ത് അങ്ങനെയുള്ള കഥയൊക്കെ കേട്ടിട്ടില്ലേ? പിന്നീട് ഏത് അമ്പ് നമ്മളിലേക്ക് വന്നാലും നമ്മൾ ഒറ്റ അടിക്ക് വീഴുന്ന സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക രാത്രി സമയം. അപ്പൊ നമ്മളുടെ ബ്രെയിൻ തന്നെ ഒരു സർവൈവൽ മോഡിലായിരിക്കും. നമ്മൾക്ക് ചുറ്റിലും അത്ര സമയം ഉണ്ടായിരുന്ന ആ സേഫ് ഗാർഡ് എന്നുള്ളത് നമ്മളിൽ ഉണ്ടാവില്ല. നിങ്ങൾക്ക് നൈറ്റിൽ ഡിസിപ്ലിൻഡ് ആവണം അല്ലെങ്കിൽ ആ രീതിയിൽ പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെ ആക്സസ് കട്ട് ചെയ്യുക എന്നുള്ളതാണ്, അല്ലാതെ ആ സമയത്ത് എങ്ങനെ ഭയങ്കരമായിട്ട് വിൽ പവർ ആയിട്ട് ഇരിക്കുക എന്നുള്ള രീതിയിലല്ല. കാരണം ഓൾറെഡി ആ ഒരു സമയത്ത് നമ്മുടെ എനർജി എന്നുള്ളത് വീക്ക് ആയിട്ടുണ്ടാവും. ഓക്കെ, യൂട്യൂബിലൊക്കെ ഒരുപാട് യൂട്യൂബേഴ്സും മോട്ടിവേഷൻ വീഡിയോസിലും ഒക്കെ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നിങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ബ്രോ ബി ഡിസിപ്ലിൻഡ് ബ്രോ, എന്തെന്നാണെങ്കിലും ഡിസിപ്ലിൻഡ് ആയിരിക്കണം എന്നുള്ളതൊക്കെ പല യൂട്യൂബേഴ്സും പല മോട്ടിവേഷൻ വീഡിയോസിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ ആ കേട്ട നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തത് ശരിക്കും അവര് നിങ്ങളെ പറ്റിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാ സാഹചര്യത്തിലും ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരു ടയേർഡ് ആയിട്ടുള്ള നെർവസ് സിസ്റ്റത്തിനെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ ഡിസിപ്ലിൻഡ് ആയിരിക്കുക എന്നുള്ളത് പോസിബിൾ ആയിരിക്കില്ല. ശ്രദ്ധിച്ചേ, ഇവിടെ 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 നിങ്ങൾക്ക് ഒരു ടയേർഡ് ആയിട്ടുള്ള നെർവസ് സിസ്റ്റത്തെ വെച്ചിട്ട് ലൈഫിൽ ഡിസിപ്ലിൻഡ് ആയിരിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പോ എങ്ങനെയാണ് നമ്മളുടെ നെർവസ് സിസ്റ്റം ടയേർഡ് ആവുന്നത്? നമ്മളുടെ സ്ലീപ്പ്, നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ് കിട്ടാതിരിക്കുമ്പോൾ നമ്മളുടെ നെർവസ് സിസ്റ്റം ടയേർഡ് ആവും. നിങ്ങൾ അൺഹെൽത്തി ഫുഡാണ് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളുടെ നെർവസ് സിസ്റ്റം ടയേർഡ് ആവും. നിങ്ങൾ ഒരുപാട് ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ, ഫോൺ അഡിക്ഷൻ എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ നെർവസ് സിസ്റ്റം പെട്ടെന്ന് ടയേർഡ് ആവും. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നെർവസ് സിസ്റ്റം എന്നുള്ളത് ടയേർഡ് ആയിരിക്കും. സോ നമ്മളുടെ ബോഡി തന്നെ ബ്രോക്കാണ്, തകർന്നാണ് ഇരിക്കുന്നത്. നമ്മള് ഇതില് എന്ത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് കൊണ്ടുവന്നാലും അത് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ ഫൗണ്ടേഷൻ എന്നുള്ളത് തന്നെ വീക്ക് ആയിട്ടാണ് ഇരിക്കുന്നത്. ആ ഫൗണ്ടേഷൻ വീക്ക് ആയിട്ടുള്ളിടത്തോളം നിങ്ങൾ എന്ത് തന്നെ അതിന്റെ മുകളിൽ മോട്ടിവേഷന്റെ അടിസ്ഥാനത്തിൽ എന്ത് കൊണ്ടുവന്നാലും അത് ഫിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. സോ അതുകൊണ്ട് മറ്റുള്ള മോട്ടിവേഷൻ വീഡിയോസിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കേൾക്കുന്ന ബി ഡിസിപ്ലിൻഡ് ബ്രോ എന്നുള്ള എന്ത് തന്നെയാണെങ്കിലും ബി ഡിസിപ്ലിൻഡ് ബ്രോ എന്ന് പറയുന്ന ആ കോട്ട്
എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കണം എന്നുള്ളതില്ല. നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തിലേക്കാണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങള് നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തിനെ ടയേർഡ് ആക്കി മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. അത് എന്താണ് എന്നുള്ളത് ആദ്യം അന്വേഷിക്കുക. ബ്രോക്കൺ ആയിട്ടുള്ള ഒരു ബോഡിയെ സ്ട്രിക്റ്റ് റൂൾസ് വെച്ചിട്ട് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കേണ്ട, നടക്കില്ല. ഹായ് ബ്രോ, ഇപ്പൊ നിങ്ങൾ കണ്ട ഈ ഒരു വീഡിയോ എന്നുള്ളത് നമ്മളുടെ നോഫാബ് കമ്മ്യൂണിറ്റിക്കകത്ത് ഞാൻ റെഗുലർ ആയിട്ട് നൽകി വരുന്ന ട്രെയിനിങ്ങിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഇതുപോലത്തെ ഇൻഡെപ്ത് സെഷൻസ് നമ്മളുടെ നോഫാബ് കമ്മ്യൂണിറ്റിക്കകത്ത് ഞാൻ റെഗുലർ ആയിട്ട് തന്നെ നൽകി വരുന്നുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് തന്നെ പരിശ്രമിച്ചിട്ടും ഈ ഒരു ചലഞ്ചിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാനായിട്ട് പറ്റുന്നില്ല, നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ്, ഫോക്കസ് റീബിൽഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് എനിക്ക് സീരിയസ് ആയിട്ട് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോക്കസ്, കൺസിസ്റ്റൻസി, ഡിസിപ്ലിൻ എന്നുള്ള കാര്യങ്ങളെ റീബിൽഡ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ അത്രയും സീരിയസ് ആണെങ്കിൽ മാത്രം ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും ആയിട്ട് നമ്മളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നൽകുന്നുണ്ട്. നമുക്ക് മെസ്സേജ് ചെയ്തേക്കുക.